എൻ്റെ പേര് വിനിഷയാണ്. ഞാൻ വരുന്നത് പാലക്കാട് നിന്നാണ്. പാലക്കാട് കൂറ്റനാട് നിന്നാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛനമ്മ ചേച്ചിയാണുള്ളത്. അച്ഛൻ ഗൾഫിലാണ്, വർക്ക് ചെയ്യാണ്. അമ്മ ഹൗസ് വൈഫാണ്. ചേച്ചി ഓഡിറ്ററാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, ഒരു കുട്ടിയുണ്ട്. ഞാൻ പഠിച്ചത് BBA ആണ്. പ്ലസ് ടുവിന് ശേഷം BBA പഠിച്ചു, ഫിനാൻസിൽ. അത് കഴിഞ്ഞ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എടുത്തു. 1 ഇയർ കോഴ്സ് ആയിരുന്നു, PG ഡിപ്ലോമ ആയിരുന്നു. അത് കഴിഞ്ഞ് പ്ലേസ്മെന്റ് കിട്ടി. ഞാനിപ്പോൾ കോട്ടയത്ത് വർക്ക് ചെയ്യാണ്, ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. PG എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, എനിക്ക് MBA ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. BBAക്ക് ശേഷം MBA ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ബട്ട് അത് നടന്നില്ല. ഫിനാൻഷ്യലി കുറച്ച് പ്രോബ്ലം ഉള്ളത് കൊണ്ടും MBAക്ക് നല്ല ഫീസ് ആവുമ്പോൾ ഞാൻ എടുത്തില്ല. അത് പകരം ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എടുത്തത്. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ജോലി സെറ്റായി കോട്ടയത്ത്. അപ്പോൾ തോന്നി എന്തായാലും 5 മണിക്ക് ശേഷം ഫ്രീ ആവും, ടൈം ഉണ്ടല്ലോ വിചാരിച്ചിട്ട് ഒരു ഓൺലൈൻ വഴി കോഴ്സ് ചെയ്യാം. അപ്പോൾ വർക്കും നടക്കും, PGയും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ ഈ MBA കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ജോബ് പൊസിഷൻ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് MBA എടുത്തത്. കുറച്ച് അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ജോലി, ഒരു പൊസിഷൻ കിട്ടുവെച്ചിട്ടാണ്. ലേൺ വൈസ് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഓരോന്നും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എക്സാം ടൈമിലായിരിക്കും മിക്കവാറും ഡൗട്ട് ഉണ്ടാവും ആ ഒരു പോയിന്റിൽ. അപ്പോൾ എന്ത് ചോദിച്ചാലും അതിൻ്റെ ഒരു ഉത്തരം കുറച്ച് നേരത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 ഹവറെങ്കിലും ഉത്തരം കിട്ടും. പിന്നെ ഇപ്പോൾ ആക്ച്വലി ഒരു 6 മന്ത് അറൗണ്ടായി ഞാനിപ്പോൾ ലേൺ വൈസുമായിട്ട് പഠിച്ചു പോകുന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ലതിൽ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ബട്ട് ഫസ്റ്റ് സെം എക്സാമൊക്കെ പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി നല്ല ടഫായിരുന്നു. അത്യാവശ്യം ഞാൻ റെഫർ ചെയ്ത് ഫസ്റ്റ് സെമ്മൊക്കെ ആയപ്പോൾ ഞാൻ ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ MBA ചെയ്ത്. ചെറിയൊരു ഗ്യാപ്പ് 2-3-5 മാസത്തിൻ്റെ ഗ്യാപ്പ്. പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ജോലിയെക്കാട്ടും എനിക്ക് പഠിക്കാനാണ് കൂടുതലും താല്പര്യം. പക്ഷേ എൻ്റെ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ, MBA ഫസ്റ്റ് സെം റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഡിഗ്രി പഠിക്കുകയാണെങ്കിൽ പ്ലസ് ടുവിലാണ് ഞാൻ ഇത്ര ഗ്രേഡിൽ ഇതുവരെ വന്നിട്ടില്ല. ഗ്രേഡ് ഭയങ്കര കുറവാണ്. ഞാൻ ഭയങ്കര റെഫർ ചെയ്തായിരുന്നു. ഇവിടെ അങ്ങനെ ടൈം കിട്ടുന്നില്ലെങ്കിലും ഞാൻ എക്സാമിന് വേണ്ടി 2-3 ആഴ്ച ലീവ് എടുത്ത് ഇവിടെ പെർമിഷൻ ചോദിച്ച് വീട്ടിൽ പോയിട്ട് ആ ഒരു സമയത്ത് നല്ലപോലെ ഞാൻ റെഫർ ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ എന്തൊന്നും എനിക്ക് ഇങ്ങനെ റെഫർ ചെയ്യാൻ പറ്റാറില്ല. കാരണം ജോലി വന്നു കഴിഞ്ഞാൽ ഒട്ടും മെൻ്റലി ഭയങ്കര എന്താ പറയുക, ടെൻഷനായിരിക്കും, ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും, ഒരു അവസ്ഥയായിരിക്കും. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് ബുക്ക് എടുത്ത്, പിന്നെ എനിക്ക് ബുക്കില്ലായിരുന്നു ഫസ്റ്റ് സെമ്മിൽ. ഞാൻ ബുക്ക് എടുത്ത് കാണില്ല, ഞാൻ ഇവിടുന്ന് പ്രിൻ്റ് എടുക്കായിരുന്നു. പക്ഷെ അതും അത്ര എഫക്റ്റീവ് ആയില്ല എനിക്ക്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ സെക്കൻഡ് സെമ്മിൽ ബുക്ക് ഞാൻ എടുത്തു. ബുക്കും കൂടി ഓർഡർ ചെയ്തു. സെക്കൻഡ് സെമ്മാണ് ഞാൻ ഒന്നുകൂടി പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നു. കരിയർ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് MBA ചെയ്ത് അത്യാവശ്യം നല്ലൊരു ബിഗ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു പൊസിഷനിൽ എത്തണമെന്നാണ് ആഗ്രഹം. ആര് ചോദിച്ചാലും ഒരു ഇന്ന ജോലിയാണെന്ന്, ഒരു ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം.